വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ മുൻ CI ശ്രീ ഷാജഹാൻ അദ്ദേഹം ഒരു തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ നടന്നിട്ടുള്ള സംഭവവികാസങ്ങൾ അങ്ങനെയാണോ സൂചിപ്പിക്കുന്നത്? വടക്കാഞ്ചേരി സ്റ്റേഷനിലെ മുൻ CI ആയിരുന്ന ഷാജഹാനെ ബോൺ ക്രിമിനൽ അല്ലെങ്കിൽ കാക്കിക്കുള്ളിലെ ക്രിമിനൽ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് വടക്കാഞ്ചേരി സ്റ്റേഷനിലെ 3 KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അതിക്രൂരമായി 4 പോലീസുകാർ മർദ്ദിക്കുന്നതിന്റെ വീഡിയോ കേരളം മുഴുവൻ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഈ മർദ്ദന ദൃശ്യങ്ങളിലൊന്നും വരാതെ അന്ന് കുന്നംകുളം സ്റ്റേഷനിൽ CI ആയിരുന്നത് ഈ ഷാജഹാനാണ്. ഷാജഹാൻ ആളുകളെ മർദ്ദിക്കുക, അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിന് പിന്നാലെയാണ് പ്രത്യേകിച്ച് ക്ഷേത്ര പൂജാരിയായിട്ടുള്ള വ്യക്തിയായിരുന്നല്ലോ സുജിത്ത്. അതിൽ നമ്മള് അദ്ദേഹത്തിന്റെ ഒരു തീവ്ര നിലപാടിനെ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി ഇതിനുണ്ടോ? തീർച്ചയായും നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിൽ നീ പൂജാരിയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മർദ്ദിച്ചെന്നൊരു വാർത്ത കൂടി പുറത്തു വരുമ്പോൾ ക്ഷേത്ര പൂജാരി എന്ന കേരള പോലീസ് അക്കാര്യത്തിലേക്കൊന്നും ഞാൻ കൃത്യമായി നമുക്ക് തെളിവില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ നീ പൂജാരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ സുജിത്തിനെ മർദ്ദിച്ചു എന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അത് മാത്രമല്ല, ഷാജഹാന്റെ നേതൃത്വത്തിൽ ക്രിമിനൽ പ്രവർത്തനമാണ് പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകളെ ക്രിമിനൽ വൽക്കരിച്ച് CPMന്റെ ആജ്ഞാനുവർത്തിയായി അല്ലെങ്കിൽ CPMകാരൻ പറയുന്ന തിട്ടൂരമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ CI ഷാജഹാൻ. വടക്കാഞ്ചേരി MLA AC മൊയ്തീന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതായത് മുൻ വടക്കാഞ്ചേരി MLA AC മൊയ്തീൻ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പോയ മുൻ മന്ത്രി, സഹകരണ മന്ത്രിയായിരുന്ന മൊയ്തീൻ പറയുന്നതിലപ്പുറം ഷാജഹാൻ ഒന്നുമില്ല. അതായത് ഈ 3 KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ചു വോയിസ് ക്ലിപ്പ് മൊയ്തീനെ കുറിച്ച് പറയുന്നത്. അത് മാത്രമല്ല, ഈ 3 KSUക്കാരെ മുഖംമൂടി ധരിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇതിന് പിന്നാലെ വടക്കാഞ്ചേരി സ്റ്റേഷനിലേക്ക് KSUവിന്റെ നേതൃത്വത്തിൽ ഒരു വിദ്യാർത്ഥി മാർച്ച് നടന്നു. ഈ വിദ്യാർത്ഥി മാർച്ച് നടന്നതിന് ശേഷം KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവരും KSU ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ അറസ്റ്റിലായി. എന്നാൽ ഈ അറസ്റ്റിലായ പ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കാതെ 5 മണിക്കൂർ നേരം ഈ പോലീസ് ജീപ്പിൽ ഇരുത്തി മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു ഷാജഹാൻ ചെയ്തത്. തുടർന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇടപെട്ട് അവർ ഒരു മുതിർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് സംസാരിച്ച പശ്ചാത്തലത്തിൽ പോലും അവര് പറഞ്ഞത് ഉടൻ കോടതിയിൽ ഹാജരാക്കുമെന്നാണ്. എന്നിട്ട് കോടതിയിൽ ഹാജരാക്കാതെ വന്നപ്പോൾ ഈ പോലീസുകാരെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വീണ്ടും കോൺഗ്രസ് നേതാക്കന്മാർ ബന്ധപ്പെട്ടവർ ചോദിച്ചത് കോടതിയിൽ ഹാജരാക്കിയില്ലെന്നാണ്. അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ പോലും കേൾക്കാത്ത തരത്തിൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ അതിനെപ്പോലും ലംഘിക്കാൻ കഴിവുള്ള പോലീസുകാരനാണ് ഈ ഷാജഹാൻ. അപ്പോൾ ഷാജഹാന്റെ ഒരു കരുത്ത്, തീർച്ചയായും CPMന്റെ മാനസപുത്രനാണ് ഷാജഹാൻ എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. CPMന്റെ മാനസപുത്രൻ എന്നതിലുപരി ഷാജഹാന് ആരെയും വെല്ലുവിളിക്കാൻ, ഷാജഹാന് ആരെയും ആക്രമിക്കാൻ, ആരെങ്കിലും അറസ്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പകൽ CPM രാത്രി സുഡാപ്പിയും എന്നുള്ള ഒരു നിലയിലാണോ കണക്കാക്കാൻ? അത്തരത്തിലേക്ക് നമുക്ക് കൃത്യമായ ഒരു വിവരമൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ ഷാജഹാന്റെ നിലപാട് തീവ്ര നിലപാടുള്ള ഒരു വ്യക്തിയാണ്. അതായത് നമുക്ക് നേരത്തെ ഉത്തരേന്ത്യയിലൊക്കെ തീവ്രവാദ കേസുകൾ ഉൾപ്പെട്ട ആളുകളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതേ രൂപത്തിലാണ്, അതേ ശൈലിയിലാണ് ഇദ്ദേഹം 3 KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് ഹാജരാക്കുകയും അത് മാത്രമല്ല അറസ്റ്റ് ചെയ്ത പ്രവർത്തകന്മാരെ മജിസ്ട്രേറ്റിന് മുന്നിലോ മജിസ്ട്രേറ്റിന്റെ വസതിയിലോ ഹാജരാക്കാതെ ഇവരെ തടങ്കലിൽ വെക്കുന്ന ഒരു സമീപനം ഷാജഹാന്റെ ഭാഗത്തുണ്ടായിരുന്നു. തികച്ചും രാഷ്ട്രീയം നോക്കി അല്ലെങ്കിൽ തനിക്കിഷ്ടപ്പെടാത്ത ആളുകളെ തൻ്റെ കാക്കിക്കുള്ളിലെ അധികാരം ഉപയോഗിച്ച് പരിപാവനമായ അശോകസ്തംഭം തലയിൽ ചൂടി എന്ന ചിന്തയില്ലാതെ തൻ്റെ കാക്കി വസ്ത്രം തൻ്റെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഷാജഹാനെ പോലുള്ളവർ കേരള പോലീസിന് അപമാനമാണ്. ഷാജഹാനെ പോലെയുള്ളവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. തീർച്ചയായും കേരള പോലീസ് ആക്ടിനെ പോലും വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ ആക്ടിനെ പോലും ലംഘിക്കുന്ന തരത്തിൽ ഷാജഹാനെ പോലെയുള്ള ക്രിമിനലുകൾ സേനയിൽ വാഴുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരൻ എങ്ങനെ പോലീസിൽ നിന്ന്? അതല്ല, എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും ഇടയിലും മുഖ്യമന്ത്രിക്കൊപ്പം സദ്യ ഉണ്ണുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് എന്നെ ഏറെ അല്ലാതെ ഭരണഘടനാ പരമായി കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിയ ഓണവിരുന്നിലാണ് പോയത്. പാർട്ടി സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ പാർട്ടി ഭാരവാഹികളുടെയോ അല്ല. അതുകൊണ്ട് അത് പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, MLA മാരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും എല്ലാം പോയിട്ടുണ്ട്. അത് മാറ്റിവെച്ച് നമ്മൾ വടക്കാഞ്ചേരിയിലേക്ക് നില വരുമ്പോൾ വടക്കാഞ്ചേരി CIയുടെ നേതൃത്വത്തിൽ അതിക്രൂരമായ രൂപത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, പോലീസ് ആക്ടിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകുമ്പോൾ ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ
ഒരു നിലപാട് സ്വീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയനാണ്. ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായും പരാജയപ്പെട്ട വകുപ്പായി മാറിയെന്ന് പിണറായി വിജയൻ നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഷാജഹാനെ താൽക്കാലികമായി ഇപ്പോൾ സ്ഥലം മാറ്റിയിട്ടുണ്ട്. സ്ഥലം മാറ്റം കൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം ഷാജഹാൻ ആവശ്യപ്പെട്ടത് കൊണ്ടായിരിക്കും ചിലപ്പോൾ സ്ഥലം മാറ്റം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഭരണത്തിൽ അത്രത്തോളം പിടിപാടുള്ള അല്ലെങ്കിൽ ഭരിക്കുന്ന ആളുകളുമായി അത്രത്തോളം ബന്ധമുള്ള ഷാജഹാന്റെ ആവശ്യപ്രകാരം മാത്രമാണ് സ്ഥലം മാറ്റിയതെന്നാണ് വിശ്വസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അത്തരത്തിൽ ഒരു ഷാജഹാൻ ഒരു പ്രതീകം മാത്രമാണ്. കേരളത്തിലെ നിരവധിയായ സ്റ്റേഷനുകളിൽ നിരവധിയായ ഷാജഹാന്മാരുണ്ട്. ഇത്തരം ഷാജഹാന്മാർ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ഇത്തരം പോലീസ് ഓഫീസർ തീർച്ചയായും, അതായത് കേരളത്തിലെ ചില ആളുകളെ കാണുമ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ കാണുമ്പോൾ, അല്ലെങ്കിൽ BJP-ക്കാരെ കാണുമ്പോൾ ഹാലിളകുന്ന പോലീസുകാരുണ്ട്. KSU പ്രവർത്തകരെന്തോ തീവ്രവാദികളെ പോലെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ, പോലീസ് ആക്ടിനെ വെല്ലുവിളിച്ച, പോലീസ് ആക്ടിനെ ധിക്കരിച്ച ഷാജഹാനെ പോലുള്ള ആളുകൾ സർവീസിൽ തുടരാൻ യോഗ്യതയല്ല. ഷാജഹാൻ മാത്രമല്ല, ഷാജഹാൻ കുന്നംകുളം സ്റ്റേഷനിൽ CI ആകുമ്പോൾ നടത്തിയ കസ്റ്റഡി മർദ്ദനം, കേരളത്തെ ലജ്ജിച്ച് തലതാഴ്ത്തുന്ന രൂപത്തിലുള്ള കസ്റ്റഡി മർദ്ദനം കുന്നംകുളം സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. ആ കുന്നംകുളം സ്റ്റേഷനിലെ ക്രിമിനലുകളായ പോലീസുകാരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അവരെ ഡിസ്മിസ് ചെയ്യാൻ അല്ലെങ്കിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനായിരുന്നു സർക്കാർ തയ്യാറാകേണ്ടത്. സമാനമായ രൂപത്തിൽ ഈ ഷാജഹാനെതിരെയും നടപടി സ്വീകരിക്കണം. ഷാജഹാനെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലെ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമാണ്. പോലീസ് സേനയ്ക്ക് അപമാനമായി മാറിയ ഇവർക്ക് എങ്ങനെ സാധാരണക്കാരന് നീതി ലഭ്യമാക്കി കൊടുക്കാൻ കഴിയും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷാജഹാനെ പോലുള്ള ആളുകളെ പടിയടച്ച് പിണ്ടം വെക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അതോടൊപ്പം തന്നെ CPM-ന്റെയും പിന്തുണ ഇവർക്കുള്ളത് കൊണ്ടാണ് എന്ത് തമ്മാടിത്തവും ചെയ്യാൻ, അല്ലെങ്കിൽ എന്ത് തോന്നിവാസവും ചെയ്യാൻ ഈ പോലീസ് ഓഫീസേഴ്സിന് പ്രേരണയാവുന്നത്. ഇപ്പൊ അൻവർ പറഞ്ഞ പോലെ ഈ കേരള പോലീസ് സംഘപരിവാറിന്റെ കീഴിലാണ് എന്ന് പറയുന്നത് പോലെ ശോഭാ സുരേന്ദ്രൻ തുടർന്ന് പറഞ്ഞു പോലീസിന്റെ ശക്തമായ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കേരള പോലീസ് സംഘീവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണോ അതോ പച്ചവെളിച്ചം പോലുള്ള സംഘടനകളെ കൊണ്ട് ജിഹാദിവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണോ? കേരളത്തിലെ പോലീസ് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്ന് നമുക്ക് ഒരൊറ്റ ഉത്തരമായി പറയാൻ സാധിക്കും. കേരള പോലീസ് അസോസിയേഷൻ ഉൾപ്പെടെ രാഷ്ട്രീയക്കാരുടെ മേലാളന്മാരായി, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് അടിയറ വെക്കുന്ന സമീപനമായി മാറിയിരിക്കുകയാണ്. കേരള പോലീസ് അസോസിയേഷനിൽ ഇപ്പോൾ തലപ്പത്തുള്ളത് പഴയ SFI-ക്കാരാണ്. അവരുടെ നേതൃത്വത്തിൽ എന്ത് തമ്മാടിത്തരം പോലീസുകാർ ചെയ്താലും അവരെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഇത്തരം ആളുകളെ നിലയ്ക്ക് നിർത്താൻ, അല്ലെങ്കിൽ ഇത്തരം ഗുണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കാക്കിയിട്ട ക്രിമിനലുകളെ പോലീസ് സ്റ്റേഷനിനകത്ത് നിലക്ക് നിർത്താൻ സർക്കാർ തയ്യാറാകണം. അത്തരത്തിൽ സർക്കാർ തയ്യാറായിട്ടില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കാൻ ജനങ്ങൾ തയ്യാറായാൽ അവരെ കുറ്റം പറയാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്.